ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ ഈശ്വർ, ഈ ഹണി റോസ് നിങ്ങൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഭാഷ ഉപയോഗിക്കുന്നതിൽ വളരെ മിടുക്കരാണ്, പക്ഷേ സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലിരിപ്പ് നന്നല്ലെന്നാണ് ഹണി റോസ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പൊതുമാന്യതകളും പൊതുബോധങ്ങളും പൊതുമര്യാദകളും ഉണ്ട്. വസ്ത്രധാരണം സഭ്യമാകണമെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ എല്ലാവരും കൂടെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അവർ സ്കൂളിൽ പോകുമ്പോൾ പൊതുമര്യാദയും പൊതുബോധവും കൂടി സമൂഹത്തിനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവില്ലേ? അപ്പൊ സമൂഹത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്ക് അത് പലപ്പോഴും അരോചകമായിട്ടോ നെഗറ്റീവായിട്ടോ തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അരോചകം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ കാണുന്ന നിങ്ങൾക്കാണ് അരോചകം എന്ന് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമല്ലേ അത് ഹണി റോസിന്റെ പ്രശ്നമാണോ? ദയവായി ശ്രദ്ധിക്കുക. സൗന്ദര്യം നമ്മൾ എല്ലാം ആസ്വദിക്കുന്നതാണ്, പക്ഷെ ആ സൗന്ദര്യത്തിന് സഭ്യതയുടെ മാനദണ്ഡങ്ങൾ വേണം, സൗന്ദര്യത്തിന് മാന്യതയുടെ മാനദണ്ഡങ്ങൾ വേണം. നമ്മളുടെ മലയാളി സ്ത്രീത്വം അടക്കം എത്രയോ സൗന്ദര്യത്തെയാണ് നമ്മൾ പ്രശംസിക്കുന്നത്, പക്ഷെ ആ സൗന്ദര്യം സെക്ഷുവലി കളേർഡ് റിമാർക്സ് പോലെ സെക്ഷുവലി കളേർഡ് ആകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരാമർശം നടത്തി അതിനുശേഷം ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞത്, അതിനെല്ലാം നിങ്ങൾ ന്യായീകരിക്കാണോ? അല്ല, വിമർശനങ്ങൾക്ക് മാന്യത വേണമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇതേപോലെ വസ്ത്രധാരണ മാന്യത ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. നമ്മൾ മനസാക്ഷിയെ തൊട്ട് പറയണം, അല്ലാതെ കയ്യടിക്ക് വേണ്ടി പറയാം. ലിബറലും ഫെമിനിസ്റ്റുകളും കയ്യടിക്കുമെന്ന് വിചാരിച്ച് പറയരുത്. വിമർശനങ്ങൾക്ക് മാന്യത വേണം, ബുക്കുകൾക്ക് മാന്യത വേണം. 100% ശരിയല്ലേ? അതേപോലെ വസ്ത്രധാരണത്തിന് മാന്യത വേണ്ടേ? എല്ലാ കാര്യത്തിനും മാന്യതയും മിതത്വവും വേണ്ടേ? വിമർശനങ്ങൾക്ക് മാന്യത വേണമെങ്കിൽ വസ്ത്രധാരണത്തിന് മാന്യത വേണം, വാക്കുകൾക്ക് മാന്യത വേണമെങ്കിൽ ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും. ഈ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് നിങ്ങൾ നേരത്തെ പൊതുബോധത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇന്ന വസ്ത്രം ഇന്ന സ്ഥലത്ത് ഇന്ന വസ്ത്രം ധരിക്കണം, ഇങ്ങനെ നടക്കാവൂ സ്ത്രീകൾ എന്ന് പറഞ്ഞ് നിശ്ചയിക്കാൻ നിങ്ങൾക്കാരെങ്കിലും അധികാരം തന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന പൊതുബോധം നിങ്ങളുടെ ബോധ്യമാണ്, അത് സമൂഹത്തിന്റെ പൊതുബോധ്യമല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അമിത ആപേക്ഷികതാവാദം അഥവാ റിലേറ്റിവിസം. എല്ലാം എക്സ്ട്രീംലി ആപേക്ഷികമാണെന്ന് വാദിക്കുകയാണ്. ആ വാദത്തിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഹണി റോസിനോട് ബഹുമാനം പോലെ നേരത്തെ അമല പോളിന്റെ കാര്യവും പറഞ്ഞത്. ഒരു കോളേജിൽ ചെല്ലുമ്പോൾ വളരെ റിവീലിംഗ് ആയ നെക്ക് ലൈൻ വളരെ താഴ്ന്ന അമിതമായി ക്ലീവേജ് കാണിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചു പോകുമ്പോൾ വിമർശനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാര്യം സമൂഹത്തിലെ ആൾക്കാർ പഠിക്കാൻ വരുന്ന രംഗമാണ്, പള്ളിയിലച്ചന്മാരുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ നടിമാർ അവർ ഏറ്റവും നന്നായി ഭംഗിയോടുകൂടി പോട്ടെ, പക്ഷേ അമിതമായി സെക്ഷലി സ്റ്റിമുലേറ്റിംഗ് ആയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അമിതമായി ലൈംഗികോദ്ദീപങ്ങളായ വസ്ത്രങ്ങളോ വരുമ്പോൾ സമൂഹത്തിന് മാന്യതയും വിയോജിപ്പും ഉണ്ടായില്ലേ? ഒരു കാര്യം കൂടെ, സിവിക് ചന്ദ്രന്റെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പോലും ഇത് പറഞ്ഞില്ലേ? പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി പോലും പരാമർശിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? കാര്യം നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കേ ഇരുട്ടാവും. അവിടെയാണ് നിങ്ങൾക്കൊരു സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് പോലും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ പോലും നിങ്ങൾക്കെതിരെ കേസെടുക്കാം. അത്തരത്തിൽ കാലം മാറുകയാണ്. ഈ കാലം 100 വർഷം പുറകോട്ട് പോയ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും വസ്ത്രമിടുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണല്ലോ രാഹുൽ ഈശ്വർ.